പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹബന്ധം വളരെയധികം സ്നേഹത്തിൻ്റെയും വളരെയധികം ബഹുമാനത്തിൻ്റെയും ആവണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമുക്ക് ഏറ്റവും വലിയ വേദനകൾ തരുന്നത് അല്ലെങ്കിൽ അപമാനിച്ച് നമ്മളെ മുറിപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ശരീരത്തിനേക്കാൾ മനസ്സിനുണ്ടാക്കുന്ന മുറിപ്പാടുകൾ ഒരിക്കലും മായാത്തതാണ്, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് ഇങ്ങനെ തരുന്ന വേദനകൾ, ഇമോഷൻസ്, ഫീലിങ്സ്, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി, അത് നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവാം, മക്കളാവാം. അപ്പോൾ എപ്പോഴും വീണ്ടും വീണ്ടും അവർ അപമാനത്തിലൂടെ നമുക്ക് വേദനയാണ് തരുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അവരൊരിക്കലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരല്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരല്ല. കാരണം അവരുടെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ വിഷമങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് ഏറ്റവും ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിലൂടെയാണ് അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. അത് അവരുടെ ഒരു മിഥ്യാധാരണയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വരുന്നത്, ഏറിയ പങ്ക് ആൾക്കാരും ചിന്തിക്കുന്നത് ഒരിക്കലും ബന്ധങ്ങൾ പൊട്ടിച്ചെറിയാനല്ല, മറിച്ച് അത് നിലനിർത്തി പോരാനാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഫാമിലി ആകുമ്പോൾ നമ്മുടെ മക്കളുണ്ട്, ആ കുഞ്ഞുങ്ങളെ ഇതെങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെ മാനസികമായി എത്രത്തോളം വിഷമിപ്പിക്കും, അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള ചിന്തയിലായിരിക്കും പലരും ഇങ്ങനെ ഒരു ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും നമ്മൾ പ്രതികരിക്കുക. നമ്മുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും നമ്മളെ കെയർ ചെയ്യാനും ലോകത്ത് ആരും വരില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റൊരാൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സന്തോഷം ആരും കൊണ്ടു തരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രതികരിക്കേണ്ട സ്ഥലത്ത് ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാൻ പഠിക്കുക. ഇഷ്ടമില്ലാത്തടത്ത് ഇഷ്ടമില്ല എന്ന് പറയുക. അതിലൂടെ പലപ്പോഴും നമുക്ക് ഈ ഒരു ഇമോഷണലി നമുക്കൊരു അകൽച്ച ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇമോഷണലി ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അത് എപ്പോഴും നമുക്ക് നല്ലതാണ്. കാരണം ഒരു പരിധിക്കപ്പുറം നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ ലൈഫിൽ നമുക്ക് സഹിക്കേണ്ടി വരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് പോലും ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.